വാങ്ങിച്ചൊരു വീട്, അതൊരു ബൈപ്പാസ് വന്നിട്ട് ആ വീട് പോവാൻ പോവാണ്. അപ്പോൾ ഈ 4 കുട്ടികൾ, അവിടുത്തെ ഏറ്റവും ഇപ്പോഴത്തെ ജനറേഷനിലെ 3 പിള്ളേർ, അവർ ഉണ്ടാക്കുന്ന ഒരു ഫ്രണ്ടും ഈ 4 കുട്ടികളും കൂടി ഈ വീടിനെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു പ്ലേ ആണ്. അപ്പോൾ ഇറ്റ്സ് അബൌട്ട് ഹോം, ഇറ്റ്സ് അബൌട്ട് ചൈൽഡ്ഹുഡ് നോസ്റ്റാൾജിയ. ഈ 4 പിള്ളേരും സമ്മർ വെക്കേഷൻസിനാണ് ഈ വീട്ടിൽ കൂടുന്നത്. അപ്പോൾ അവരുടെ ഒരു ജേർണിയാണ് ഈ പ്ലേ. ആൻഡ് ഞങ്ങൾ തന്നെയാണ് ഇതിലത്തെ ഇപ്പോൾ ഇവിടെ കാണുന്ന കുറച്ച് പേരാണ് കുട്ടികളായിട്ട് പ്ലേ ചെയ്യുന്നതും. അപ്പോൾ ഇറ്റ്സ് ബിൻ വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ടൈംസ് ഓൺ സ്റ്റേജ്. ആൻഡ് ഞങ്ങളിപ്പോൾ ഒരു 2.5 months മുമ്പ് റിഹേഴ്സ് ചെയ്തിട്ടാണ് കൊച്ചിൻ ക്ലബിൽ ഷോസ് ചെയ്തത്. ഇപ്പോൾ we've come together again for the 10th and 11th shows, and we're really excited about getting to do more shows of it. ഇങ്ങനത്തെ ഒരു നാടകം എല്ലാവരും ഇപ്പോൾ സിനിമ കാണുന്ന പോലെ തന്നെ പ്ലേസും കാണണം. കൊച്ചിയിൽ അതിനുള്ളൊരു വെന്യൂ അല്ലെങ്കിൽ ഒരു അവന്യൂ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയോണ്ടാണ് ഇത്രയും പേരും ഒരുമിച്ച് വന്നിട്ട് we're trying to make that happen. അപ്പോൾ I really hope we see a big full house on both days. Thank you. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ പറഞ്ഞ പോലെ നാടകം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ബൈപ്പാസിലൂടെ സംഭവിച്ചത്. അപ്പോൾ ഇതിന് ഞങ്ങളൊരു 3 മാസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റിഹേഴ്സൽ, അതിന് മുന്നേ ഒരു 2 ദിവസത്തെ വർക്ക്ഷോപ്പ്, അങ്ങനെ ഇതൊരു ഓരോ ദിവസവും ഒരു എന്താ പറയുക, ഇങ്ങനെ അത്ഭുതത്തോടെ ഇത് എന്താ ശരിക്കും സംഭവിക്കുന്നത് അങ്ങനെ ഞാൻ നോക്കി കാണുമായിരുന്നു. ബിക്കോസ് ഞാൻ വിചാരിച്ചിരുന്ന ഒരു രീതിയിലല്ല ഈ നാടകം ഉണ്ടായി വന്നത്. കാര്യം ഞങ്ങൾ തന്നെ ഓരോ റോഷൻ ഞങ്ങളെ ഗൈഡ് ചെയ്യുന്ന രീതി, ഞങ്ങൾക്ക് ഓരോ സീൻ തന്ന് ഞങ്ങളത് ഇംപ്രൂവ് ചെയ്ത് പുതിയതായിട്ട് ഉണ്ടാക്കി വന്ന് ഓരോ ദിവസവും എന്തൊക്കെയോ ഇങ്ങനെ പൊട്ടിമുളച്ച് വരുന്നത് പോലെയായിരുന്നു. ആൻഡ് ഇത് ആദ്യമായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ കൊച്ചിൻ ക്ലബിലാണ് ഞങ്ങൾ ചെയ്തത്. അവിടെ ചെയ്തപ്പോൾ ആളുകളുടെ റിയാക്ഷനും ആൻഡ് നമ്മളവിടെ സ്റ്റേജിൽ ചെയ്യുമ്പോൾ അതൊരു റിഹേഴ്സൽ ചെയ്ത പോലെയല്ല, സ്റ്റേജിൽ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു എനർജിയും അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഞാനിങ്ങനെ ഭയങ്കര ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് ഇങ്ങനെ അന്തമിട്ട് നിൽക്കുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇത് തന്നൊരു അനുഭവം എനിക്ക് ജീവിതത്തിലെ കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല മൊമെൻറ്റുകളിൽ ഒന്ന് തന്നെയാണ്. ആൻഡ് ഇപ്പോഴും ഞങ്ങൾ വീണ്ടും റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ആദ്യം കണ്ടതിനേക്കാളും ചിലപ്പോൾ മികച്ചതായിട്ടായിരിക്കും ഇനി നിങ്ങൾക്ക് കാണാൻ കിട്ടുക. കാരണം ഇത് ഇനി ഞങ്ങൾ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കും, മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ വീണ്ടും നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, സിനിമ എല്ലാവരും കാണുന്നുണ്ടാവും, പക്ഷേ നാടകം, ഇതുപോലൊരു നാടകം കാണാൻ കിട്ടുക വല്ലപ്പോഴുമായിരിക്കും. ആ അവസരം നിങ്ങൾ മിസ് ചെയ്യരുത്. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ചിരിക്കാനുണ്ടാവും, നിങ്ങൾക്ക് നൊമ്പരപ്പെടാനുണ്ടാവും, നിങ്ങൾക്ക് എന്താ പറയുക, ഒത്തിരി നൊസ്റ്റാൾജിയിലേക്ക് കണക്ട് ചെയ്യാനുണ്ടാവും. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് നിങ്ങളെ തേടി വന്ന് നിങ്ങളത് പിടിച്ചുലയ്ക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സോ ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും വന്ന് കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ബുക്ക് മൈ ഷോയിൽ നിങ്ങൾക്ക് ടിക്കറ്റ്സ് അവൈലബിൾ ആണ്, ബുക്ക് ചെയ്യണം. നമസ്കാരം എല്ലാവർക്കും. ഞങ്ങൾ എല്ലാവരും ഏകദേശം തുടങ്ങിയത് നാടകക്കാരായിട്ട് തന്നെയാണ്. നാടകങ്ങളാണ് ആദ്യം ചെയ്തു തുടങ്ങിയത്, സിനിമയൊക്കെ അതിന് പുറകെ വന്നതാണ്. അപ്പോൾ അടുപ്പിച്ച് കുറച്ച് സിനിമകൾ ചെയ്ത് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നാടകം ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അപ്പോൾ അങ്ങനെ എനിക്കങ്ങനെ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനെ പറ്റിയിട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ സുഹൃത്ത് വലയത്തിൽ നിന്ന് തന്നെ അങ്ങനെ അതേപോലൊരു മിസ്സിങ് അനുഭവിക്കുന്ന കുറച്ച് കൂട്ടുകാരെയും കൂടെ ഞാൻ കണ്ടെത്തി. എന്നാൽ പിന്നെ നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് എന്തെങ്കിലും ചെയ്താലോ എന്നുള്ളൊരു പ്ലാനിൽ ആദ്യം 2019 ഞങ്ങൾ ചെറിയൊരു നാടകം ചെയ്തു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ആസ് ആർട്ടിസ്റ്റ്, ആസ് ആക്ടേഴ്സ് ആൻഡ് ജനറലി ആസ് ഹ്യൂമൻ ബീങ്സ്. പിന്നെ ഞങ്ങളൊരു 4-5 വർഷം വീണ്ടും പല വഴിക്കായി എല്ലാവരും പോയി പല സിനിമകളൊക്കെ ചെയ്ത് ഇടയ്ക്കിടെ കാണുമ്പോൾ സംസാരിച്ച 2019 ചെയ്ത നാടകത്തിനെ പറ്റിയിട്ട് പിന്നെ അതായിരുന്നു മിസ്സിങ്. ആ നാടകം പോലൊരു എക്സ്പീരിയൻസ് ഇനി ഉണ്ടാവണമല്ലോ എന്നുള്ള ആഗ്രഹം. അത് സംസാരിച്ച് ആ സംസാരങ്ങൾ വലുതായി, സംസാരിച്ചുകൊണ്ടിരുന്ന ഗ്രൂപ്പ് കുറച്ചും കൂടെ വലുതായി. അങ്ങനെ ഇപ്പോൾ പുതിയൊരു സംഘത്തിനെ കിട്ടി, പുതിയൊരു നാടകം ഉണ്ടാക്കി. ബൈപ്പാസ് എന്ന് പറയുന്ന മലയാള നാടകം ഒരു 1 മണിക്കൂർ 20 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഒരു കണ്ടംപററി തിയേറ്റർ പ്രൊഡക്ഷനാണ്. ഒരു ഫുള്ളി ഒറിജിനൽ തിയേറ്റർ പ്രൊഡക്ഷനാണ്. അതായത് ഇതിൻ്റെ കഥ, ഇതിൻ്റെ മ്യൂസിക്, ഇതിൽ നിങ്ങൾ കാണുന്ന കോസ്റ്റ്യൂംസ്, ഇതിൻ്റെ എല്ലാ രീതിയിലും ഡിസൈൻ എലിമെൻറ്റ്സ് എല്ലാം ഒറിജിനലി ഈ ടീമിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരും പിന്നെ ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്ത കുറച്ച് ആർട്ടിസ്റ്റും കൂടെ
ഒരുമിച്ച് സെറ്റ് ചെയ്തൊരു പരിപാടിയാണ്. വിൽ ഫൈൻഡ് ഔട്ട് മോർ അബൌട്ട് ദ പ്ലേ ആസ് വി സ്പീക്ക്. താങ്ക് യു വെരി മച്ച് ഓൾ ഓഫ് യു ഫോർ ബീയിങ് ഹിയർ ടു ലിസൺ ടു അസ്. ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നാടകം എന്ന് പറയുന്ന ആർട്ട് ഫോം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ച്. സോ ഇറ്റ് റിയലി മീൻസ് എ ലോട്ട് ടു us that all of you are here today. We'll find out more about the play as we speak. It's on the 10th and 11th of May at JT Bank, Kochi. Thank you. ഹായ്, എൻ്റെ പേര് അശ്വതി മനോഹരൻ. ഞാനൊരു ഡാൻസറായിട്ടാണ് എൻ്റെ കരിയർ തുടങ്ങിയത്. ആൻഡ് ഐ ഫീൽ ലൈക്ക് I've always felt really alive when I'm on stage, and theatre has done the same for me. Sorry. Okay, take away. So I think okay, one is it's made me feel really alive, and second is that like I think I can be whoever I want. ഇപ്പം ഈ ബൈ ബൈ ബൈപാസ് എന്നുള്ള നാടകത്തിൻ്റെ കാര്യം പറയാനാണെങ്കിലും ഇതിൽ ഞാനൊരു കുട്ടിയായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം ഒരു സിനിമയിൽ എന്നെ ഇനി ഒരിക്കലും ഒരു കുട്ടിയായിട്ട് കാസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. എനിക്കൊരു 10-20 വയസ്സ് കുറച്ച് അഭിനയിക്കാം. അപ്പോൾ അതിൻ്റെ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ ആദ്യം നല്ല പേടിയായിരുന്നു. അയ്യോ ഇവർ ഓർക്കും ഈ കിളവയ്ക്ക് എന്തിനാണ് വന്നൊരു കുട്ടിയായിട്ട് അഭിനയിക്കുന്നത് എന്നുള്ള ഭയങ്കരമായ പേടിയായിരുന്നു. പക്ഷേ ഓരോ ദിവസവും അത് ചെയ്യുമ്പം ഇപ്പം നമുക്ക് എത്ര വേണേൽ പ്രാക്ടീസ് ചെയ്യാമല്ലോ. ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ സാധനങ്ങൾ, നേരത്തെ തിരിച്ച് പറഞ്ഞ പോലെ പൊട്ടിമുളച്ച് വരും. നമ്മൾ ചിലപ്പോൾ വിചാരിക്കാത്ത സാധനങ്ങൾ വരും. നമുക്ക് ചിലപ്പോൾ ഭയങ്കര ബ്ലോക്കുള്ള, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്തതൊക്കെ ചിലപ്പോൾ എങ്ങനെയൊക്കെയോ അറിയാതെ വരും. പിന്നെ നമ്മളൊരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പം അവരിൽ നിന്ന് വരുന്ന ഒരു സാധനത്തിൽ നിന്നായിരിക്കും നമുക്കൊരു പുതിയ ഇൻസ്പിറേഷൻ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട് തിയേറ്ററിൽ. സോ ഐ തിങ്ക് that's something that I really enjoy. I think theatre is what taught me how to be spontaneous. ഞാൻ പഠിച്ചു വളർന്ന എപ്പോഴും ഇങ്ങനെ ഒരു സാധനം പഠിക്കുക, അത് പ്രൊഡ്യൂസ് ചെയ്യുക, അത് പഠിക്കുക, അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ഒരാളായിരുന്നു ഞാൻ. കാരണം എൻ്റെ ബേസ് ഭരതനാട്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു തിയേറ്റർ ചെയ്ത് ഇംപ്രോവ്സ് ഒക്കെ ചെയ്താണ് ഞാൻ സ്പോണ്ടേനിയസ് ആവാൻ പഠിച്ചത്. ആദ്യം ഞാൻ ചെയ്യുന്ന സിനിമയിലൊക്കെ എനിക്ക് അന്ന് രാവിലെ വന്ന് എനിക്ക് ഡയലോഗ് വന്ന് എനിക്ക് പേടിയാണ്. ഐ എം നോട്ട് പ്രിപ്പയർഡ്, എനിക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാന്നായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു തിയേറ്ററും ഇംപ്രോവ്സും ചെയ്താണ് എനിക്ക് ഒരു സാധനം വന്നാൽ എനിക്ക് ഐ ഷുഡ് ജസ്റ്റ് അലൗ മൈ സെൽഫ് ടു ഫ്ലോ എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാം തിയേറ്ററിൽ നിന്നാണ് വന്നത്. ഈ മൊത്തം നാടകത്തിലെ എല്ലാ സീൻസും ഞങ്ങൾ അവിടെ ചെയ്തിരുന്നു. ഇപ്പം സിനിമയാകുമ്പോൾ നമ്മൾ ഓരോ ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്യുന്നത് പോലെ നാടകത്തിലെല്ലാം നമ്മൾ സ്റ്റേജിൽ റിക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ റിക്രിയേറ്റ് ചെയ്യാനുള്ള ഇപ്പോൾ റോഷൻ പറഞ്ഞതുപോലെ നമുക്ക് ആ ഒരു ഇമാജിനേഷനിലേക്ക് കുറച്ചും കൂടെ ഒന്ന് അടുത്തെത്താൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു വീട് ചൂസ് ചെയ്യുകയും അവിടെ പോയി ഒരു ഫാമിലി പോലെ കാരണം ഈ നാടകം ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു കുടുംബമായിട്ട് താമസിച്ച് അവിടെ ഓരോ നാടകത്തിൻ്റെ ഓരോ സീൻസ്, ചില സീൻസ് പറമ്പിലുള്ള സീൻസ് ഉണ്ട്, ചില സീൻസ് വീടിൻ്റെ അകത്തുള്ള സീൻസ് ഉണ്ട്, പാതിരാത്രി നടക്കുന്ന സീൻസ് ഉണ്ട്. ഇതെല്ലാം റിക്രിയേറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അതിൽ നിന്ന് ഭയങ്കര ഒരു ടേക്ക് അവേ ഉണ്ടായിരുന്നു. പിന്നീട് അത് സ്റ്റേജിലേക്ക് റിക്രിയേറ്റ് ചെയ്യും. കാരണം സ്റ്റേജിൽ പോയി അതിൽ ഓരോ സീൻസ് ചെയ്യുമ്പോൾ യു ആർ ഏബിൾ ടു ലുക്ക് ബാക്ക് ഇൻ ടു ദാറ്റ് റെസിഡൻസി. ആ വീട്ടിൽ ചെയ്ത ഓരോ സീൻസ് അത് ഇപ്പോഴും ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര രസമുള്ള മെമ്മറീസാണ്. ഇൻഫാക്ട് അതിൽ ഭയങ്കര ഒരു ഹൈ മൊമെൻ്റ് ഉണ്ടായിരുന്നു. വി വർ സ്റ്റിൽ ഞങ്ങൾക്കൊരു അവസാനം അല്ലെങ്കിൽ ക്ലൈമാക്സ് എന്ന് പറയാൻ പറ്റില്ല, അവസാനത്തെ ഒരു ടൈലൻഡ് പാർട്ട് ഞങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യാനുണ്ടായിരുന്നു. എങ്ങനെ ഈ പ്ലേ അവസാനിപ്പിക്കണം, ഏതൊരു ഡിസൈനിൽ ഇത് അവസാനിപ്പിക്കണം എന്നുള്ളൊരു സാധനം ബാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ അവിടേക്ക് പോകുന്നത്. ആൻഡ് മാജിക്കലി ഇറ്റ് ഹാപ്പൻഡ്. ഞങ്ങൾ അവിടെ പോയി വി വർ ട്രൈങ് ടു എക്സ്പ്ലോർ ഹൗ വി കുഡ് ഡു ഇറ്റ്. കുറേ തിരഞ്ഞു, കിട്ടിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു രാത്രി ഒരു 11-11:30 ഞങ്ങൾ അവസാനത്തെ ആ സീൻ ക്രാക്ക് ചെയ്തത്. ആൻഡ് വി ഹാഡ് എ ഹൈ മൊമെന്റ് there. We all came together and that was indeed the end of that process of making the play also. We found the play there and the process also culminated with that residency. So it was such a wonderful experience to have that residency. സിനിമയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോഴായിരുന്നു ആദ്യത്തെ ഒരു പ്ലേക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തിയത്. അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. ആ നാടകത്തിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും പിന്നെ നാടകം കണ്ടവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് വിചാരിക്കുന്നത്.
അങ്ങനെയാണ് ഈ പിന്നെ ഒരു നാടകം സംഭവിക്കുന്നില്ല, അതിന് സമയം കിട്ടുന്നില്ല. അപ്പോൾ കുറേ സമയം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം, ഇത് എപ്പോഴാണ്, ഇത് എങ്ങനെ നടക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ബാക്കി എല്ലാ കാര്യങ്ങളും പുഷ് ചെയ്തിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സമയം തീരുമാനിക്കുകയും എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആവുകയും ഇങ്ങനൊരു നാടകം സംഭവിക്കുകയും ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ വീട് എന്ന് പറയുന്ന പോലെ ഞങ്ങളെല്ലാവരും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വളരെ വേറെ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. പക്ഷെ ഞങ്ങളെല്ലാവർക്കും ഭയങ്കര പേഴ്സണലാണ് ഈ പ്ലേ. എല്ലാവരുടെയും കഥകളുണ്ട് ഈ നാടകത്തിൽ. അതേപോലെ ഈ കാണുന്ന എല്ലാവർക്കും വളരെ പേഴ്സണലായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആ നാടകം എല്ലാവർക്കും കൊടുക്കുന്നുണ്ടെന്നാണ്. ഇതുവരെ 3 ഷോസാണ് കഴിഞ്ഞത്. ആ ഷോസ് എന്നുള്ള ആൾക്കാരുടെ റെസ്പോൺസ് കണ്ടിട്ട് നമുക്ക് അങ്ങനെയാണ് തോന്നിയത്. അതുപോലെ തന്നെയായിരിക്കും. അതുകൊണ്ട് എല്ലാവരും വരണം കാണാൻ, മിസ് ചെയ്യരുത് ഈ നാടകം. നിങ്ങൾക്ക് എന്തായാലും ഒരു നല്ലൊരു അനുഭവമായിരിക്കും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൊച്ചിൻ ക്ലബിൽ ഷോ നടക്കുമ്പോൾ ഞാൻ ഓഡിയൻസിൻ്റെ കൂട്ടത്തിലായിരുന്നു. എനിക്ക് തോന്നുന്നു റിഹേഴ്സൽസിന് ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ പോയി. പിന്നെ ഐ കെയിം ബാക്ക് ഫോർ ദ ഷോ. അപ്പോൾ ഷോന് തൊട്ട് മുന്നേ വരെ ഇങ്ങനെ ഷോ ഉണ്ടല്ലേ, ഉണ്ടാവുമല്ലേ, എല്ലാ സീൻസും ആയില്ലേ, അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ഉണ്ടാവുന്ന എല്ലാ നെർവസ്നെസ്സും എന്താ പറയുക, നമുക്കൊരു വലിയ റിലീസ് കാത്തിരിക്കുന്ന ആ ഒരു ഫീൽ തന്നെയായിരുന്നു. ഈ പ്ലേ സ്റ്റേജിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും, ഇത് വർക്കാവോ, ആൾക്കാർക്ക് ഇഷ്ടമാവോ, നമ്മൾ പ്ലാൻ ചെയ്ത പോലൊക്കെ ഇത് നടക്കുമോ, ലൈറ്റിങ് ശരിയാവോ, അങ്ങനെ പല പല പേടികളും എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ലക്കിലി ഇറ്റ് ജസ്റ്റ് ഫെൽറ്റ് ലൈക്ക് എവറിത്തിങ് വർക്ക്ഡ് ഔട്ട് വെൽ. അതിൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ആൻഡ് ഫോർ മീ, ഞാൻ ഇതിൻ്റെ ഇനീഷ്യൽ പ്രോസസ്സിലുണ്ടായിരുന്നുകൊണ്ട് എനിക്കിത് ഫുള്ളായിട്ട് കാണുന്നത് ഭയങ്കര ആകാംക്ഷയായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കാണുമ്പോൾ ഐ ഫെൽ ദാറ്റ് എനിക്കിത് എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാൻ പറ്റും. മേ ബി ഇറ്റ്സ് ദ ലവ് ഫോർ ദം. പക്ഷേ അതിലപ്പുറത്തേക്ക് ഇതിലെന്തോ ഉണ്ട്, സം മാജിക് ടു ദ സ്റ്റോറി. ഇത് എല്ലാവർക്കും കണക്റ്റ് ആവും എന്നുള്ളൊരു കണക്റ്റ് ആവുന്ന ഒരു സബ്ജക്റ്റാണ്. ആൻഡ് ഐ എം പേഴ്സണലി ഞാൻ ഭയങ്കര എപ്പോഴും ഐ എം വെരി കണക്റ്റഡ് ടു മൈ ഹോം, മൈ ഫാമിലി, കസിൻസ്. ഇതൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര കണക്ഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് ഇത് എത്ര കാലം വേണമെങ്കിലും കാണാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. ആൻഡ് റോഷൻ ആൻഡ് ദർശന ഹാവ് ബീൻ മൈ ഫ്രണ്ട്സ് ഫോർ എ ലോങ് ടൈം. ആൻഡ് ഇവരാണ് എനിക്ക് തിയേറ്റർ ചെയ്യാൻ പറ്റും എനിക്ക് എന്നുള്ളൊരു ധൈര്യം തന്നത്. എന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റിയ ആൾക്കാർ. സോ ഫോർ മീ ഇറ്റ്സ് വെരി പേഴ്സണൽ. അവർ ഇപ്പോൾ ഞാൻ ഈവൻ ഇഫ് ഐ എം നോട്ട് എ പാർട്ട് ഓഫ് ഇറ്റ്, ഇറ്റ്സ് വെരി പേഴ്സണൽ ഫോർ മീ. ആൻഡ് ബൈ ബൈ ബൈപാസ് ഇസ് എ പ്ലേ വേർ ഐ തിങ്ക് എല്ലാവർക്കും, ഈവൻ കുട്ടികൾ തൊട്ടിട്ട് മുതിർന്നവർക്ക് വയസ്സായ ആൾക്കാർക്ക് വരെ ഒരേപോലെ ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന there are moments where you laugh and you won't know you laughed. അങ്ങനത്തെ ശരിക്കും കരയും അതൊക്കെ ഉണ്ട്. ഞാൻ റിപ്പീറ്റഡ്ലി കണ്ടിട്ടും എനിക്ക് കണ്ണു നിറഞ്ഞ മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. സോ ഐ ബിലീവ് അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ urban സെറ്റിങ്ങിൽ വളർന്ന ഒരു കുട്ടിയാണ്. ഭയങ്കര കോൺക്രീറ്റ് ജംഗിളിൽ വളർന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ എനിക്ക് സമ്മർ വെക്കേഷൻസിൽ സന്തോഷം തോന്നുന്ന മൊമെൻറ്റ്സ് വർ വെൻ ഐ കുഡ് ഗോ ടു മൈ കസിൻസ് ഹൗസ്. ആൻഡ് അതിങ്ങനെ ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഇടയിലായിരുന്നു. അപ്പോൾ ആ പച്ചപ്പും അതിലൂടെയൊക്കെ ഓടി നടക്കുന്നതാണ് എൻ്റെ മോസ്റ്റ് പ്രഷ്യസ് ചൈൽഡ്ഹുഡ് മെമ്മറീസ്. അപ്പം ഐ തിങ്ക് when children engage with each other, there's a universality in that as well. How do you treat somebody who is new? ഒരു പുതിയ ഫ്രണ്ടിനെ നമ്മൾ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യും അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യും, അല്ലെങ്കിൽ ഹൗ ഡു യു ക്രിയേറ്റ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെ യൂണിവേഴ്സൽ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആണ്. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ആസ് എ ചൈൽഡ് ഐ എക്സ്പീരിയൻസ്ഡ് വെൻ ഐ വെൻറ്റ് ഇൻ ടു ദിസ് ന്യൂ സെറ്റിംഗ് ആസ് എൻ urban child. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് റിഫ്ലെക്റ്റഡ് ഇൻ ദ പ്ലേ ആസ് വെൽ. ഇപ്പോൾ ഈ 4 കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അവരുടെ ഇടയിലും പല ഡൈനാമിക്സ് ഉണ്ട്. 2 പേരുള്ള ഈക്വേഷൻ ആയിരിക്കില്ല വേറെ 2 പേര് തമ്മിലുള്ളത്. അപ്പോൾ അതെങ്ങനെ ഇവോൾവ് ആയി വരുന്നു, അവർ വളരും തോറും അതെങ്ങനെ ചേഞ്ച് ആവുന്നു, അതൊക്കെ ഈ പ്ലേയിൽ കാണാം. കാരണം ഈ കുട്ടികൾ നമ്മൾ കാണുന്ന 3 സമ്മേഴ്സിലാണ്. സോ യു സീ ദം ഗ്രോയിങ് അപ്പ്. അപ്പോൾ ഐ ഫീൽ ലൈക്ക് no matter where you've grown up, there are things in the play that you will identify with and connect with. ഞാൻ ഒരു
ഇപ്പോൾ ഏകദേശം ഒരു 10 വർഷമായിട്ട് നാടകം ചെയ്യുന്നുണ്ട്. അപ്പോൾ പല ഗ്രൂപ്പ്സിൻ്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിനും ഓരോ പ്രോസസ്സായിരിക്കും. അപ്പോൾ ഈ ഒരു ഓൺസോമ്പിളിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഈ മറ്റേതിനേക്കാളും ബെറ്റർ എന്നുള്ള നിലയിലല്ല. വാട്ട് എ സ്പെഷ്യൽ പർപ്പസ് ഓൺസോമ്പിൾസ് നമ്മളൊരു വളരെ കമ്മിറ്റഡ് ആയിട്ട് ഓൾമോസ്റ്റ് 2 hours നമ്മുടെ ഈ ഇൻസ്ട്രുമെൻ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. ആൻഡ് അതിൻ്റെ റിസൾട്ട് നമുക്ക് ആദ്യത്തെ ഒരാഴ്ചയും അല്ലെങ്കിൽ 10 ദിവസമൊക്കെ നമുക്ക് തോന്നും നമുക്ക് സ്ക്രിപ്റ്റ് റെഡിയല്ല, സീൻസ് റെഡിയല്ല, കഥ എന്താണെന്നറിയില്ല, ക്യാരക്ടേഴ്സ് എന്താണെന്നറിയില്ല, നമ്മൾ എന്തിനാ ഈ 2 മണിക്കൂർ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നവരുണ്ട്. എനിക്ക് തോന്നിയെന്നല്ല, വേറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ റിസൾട്ട് നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് വന്ന് പെർഫോം ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് നമ്മുടെ ബോഡിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇപ്പം വോയിസ് ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തന്നിരുന്ന ഞങ്ങളെ ട്രെയിൻ ചെയ്തിരുന്ന അനൂപ് മോഹൻദാസ് എന്ന് പറഞ്ഞ ആക്ടർ ആൻഡ് ഓൾസോ സിംഗർ മ്യൂസിഷ്യനും കൂടിയായിട്ടുള്ള ഈ ഓൺസോമ്പിളിൽ തന്നെ ഉള്ളതാണ്. ഇപ്പം പുള്ളി വേറെ വർക്കിൻ്റെ തിരക്കായിട്ട് വരാൻ പറ്റാത്തതാണ്. അപ്പോൾ അനൂപിൻ്റെ ട്രെയിനിങ്ങിലും നല്ലോണം ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളെല്ലാവരും. പലരും ഇതിൽ ആദ്യമായിട്ട് കാണുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണം, എങ്ങനെ വോയിസ് പ്രൊട്ടക്റ്റ് ചെയ്യണം, കുറേ കാലമായിട്ട് നാടകം ചെയ്തിട്ടും വോയിസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്കും ഇങ്ങനെ നന്നായിട്ട് ചെയ്യണം എന്നും അനൂപ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കമ്മിറ്റഡായിട്ട് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഈ ഓൺസോമ്പിളിൻ്റെ ഒരു അതിപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ തിയേറ്റർ ഗ്രൂപ്പ്സും ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ പ്രോസസ്സ് ഉണ്ടാകും. ഇതിലെ പ്രോസസ്സ് ഞങ്ങൾക്ക് ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. അല്ല, ഞങ്ങളുടെ ഈ പ്ലേയിൽ 2-3 ആക്ടേഴ്സ് ഇങ്ങനെ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്നുണ്ട്. ഈ 4 കുട്ടികളല്ലാണ്ട് വേറെ ക്യാരക്ടേഴ്സ് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്നുണ്ട്, ഒന്നിലധികം. അതിൽ ഞങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സൽമാൻ. ആക്ടർ സൽമാൻ ഇസ് പ്ലേയിങ് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ്. അപ്പോൾ സൽമാൻ അത് തന്നെ സൽമാൻ എക്സ്പ്ലെയിൻ ചെയ്യും ആ ക്യാരക്ടേഴ്സിൻ്റെ. എൻ്റെ പേര് സൽമാൻ. ഇതിൽ മെയിനായിട്ട് ഞാൻ ഫിലിപ്പോസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അതുകൂടാതെ 1-2 ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ സ്വിച്ച് ചെയ്ത് ചെയ്യാൻ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഒരേ ക്യാരക്ടർ ചെയ്യാതെ. അപ്പോൾ മെയിൻലി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പല അവസരങ്ങളും ഉണ്ടായിട്ടും നാടകം ചെയ്യാൻ പറ്റിയിട്ടില്ല. കോളേജിലൊക്കെ പഠിക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ അവസരങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് ഒരു ചെയ്യാനുള്ളൊരു ഇതുണ്ടായില്ല. സിനിമ എന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ശരിക്കും ഒരു റിഗ്രറ്റാണ് നാടകം ചെയ്യാൻ പറ്റാത്തത്. ഇപ്പം എക്സ്പ്ലോർ ചെയ്ത് സെറ്റായി വരുന്നത്. താങ്ക് യു. ഒരു നാടകപ്പാട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പാടിക്കോട്ടെ. ഗ്രേറ്റ് ഗ്രേറ്റ് യെസ് കം എവരിവൺ ഹാസ് ടു സിംഗ്. ഓക്കേ ഇത് ഞങ്ങൾ രാജേഷ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നൊരു പാട്ടാണ്. അത് ഞങ്ങൾ എല്ലാ ദിവസവും ബേസിക്കലി ഒരു ഗ്രൂപ്പിൽ വോയിസ് എക്സസൈസിന്റെ ഭാഗമായിട്ട് പാടുന്നതാണ്. എല്ലാവരും മൈക്കൊക്കെ ഓൺ ചെയ്ത് ഒരു മൈക്കും കൂടെ എന്നാ പിടിച്ചോ. നീൽജയ്ക്കും കൊടുത്ത്. ഓക്കെ റെഡി. ഈ പെരുത്ത ഭൂമിയുടെ ഉള്ളിനുള്ളില് ഒരു ചെറിയ ഭൂമിയുണ്ട്, ഒരു ചെറിയ ഭൂമിയുണ്ട്. ആ ചെറിയ ഭൂമിയിലെ ഇത്തിരി പോന്ന മനുഷ്യന്മാർ വേഷം കെട്ടി വാക്ക് പറഞ്ഞ് നടിച്ചു കാട്ടുന്നു, വേഷം നടിച്ചു കാട്ടുന്നു. ഈ ഭൂമിയുടെ പേരാണ് നാടകം. ഈ ഭൂമിയുടെ പേരാണ് നാടകം. ഈ ഭൂമിയുടെ പേരാണ് നാടകം. ഈ ഭൂമിയുടെ പേരാണ് നാടകം. പാട്ടിന്റെ വാക്കുകളെല്ലാം വാക്കുകളെല്ലാം തീക്കനലാക്കും, നോക്കുകളെല്ലാം പുതുമഴയാകും, നോക്കുകളെല്ലാം പുതുമഴയാ. ഈ ഭൂമിയിലെ നടത്തമെല്ലാം ആകാശത്തിലെ ഇടിവാളാകും, ഭൂമിയിലെ നടത്തമെല്ലാം ആകാശത്തിലെ ഇടിവാളാകും. ഭൂമിയുടെ പേരാണ് നാടകം. ഈ ഭൂമിയുടെ പേരാണ് നാടകം. ഈ ഭൂമിയുടെ
ഇത് എഴുതിയത് സംഗീതം നൽകിയതും എല്ലാം കോഴിക്കോട് വിജയശേഖരനാണ്. വലിയൊരു നാടകക്കാരനാണ്, ഞങ്ങളുടെ വളരെ അടുത്ത ഒരു മനുഷ്യനാണ് വിജയശേഖരൻ പടി.